2026 തിരഞ്ഞെടുപ്പ്. അതിൽ കോൺഗ്രസിൻ്റെ വിജയവും ടീം UDFിൻ്റെ കടന്നുകയറ്റവും മുന്നിൽ കണ്ട് LDF പാളയത്തിൽ നെറികെട്ട തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ CPM സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന കോൺഗ്രസ് യുവ നേതാവിൻ്റെ പേരിലുള്ള വിവാദം. CPM സോഷ്യൽ മീഡിയ വാനരന്മാർ ആക്രമണത്തിൻ്റെ ഏറ്റവും പുതിയ അസ്ത്രങ്ങൾ തൊടുത്തുവിടുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുവത്വത്തിൻ്റെ ഇടപെടലിലൂടെ വന്ന വിജയവുമൊക്കെ കോൺഗ്രസിൽ വന്ന വൻ അഴിച്ചുപണിയുമൊക്കെ തന്നെ യുവ നേതാക്കളുടെ ഉയർച്ചയും കോൺഗ്രസിന് ഒരു പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. പക്ഷേ CPM കളത്തിൽ ഉയർക്കൊണ്ട അജഞ്ചലിപ്പ്, കോൺഗ്രസിൻ്റെ ഈ മാറ്റം ചകിതരായ CPM പുകപ്പുരകൾക്ക് തീ പിടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിൽക്കക്കള്ളിയില്ലാതെ അവർ നിറികെട്ട രീതിയിൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ മര്യാദകളും അതിർലംഘിച്ചുകൊണ്ട് അവർ കിരാത നൃത്തമാടുകയാണ്. തങ്ങളുടെ ഭരണപരാജയത്തിൽ നിറികെട്ട വാഴ്ച നടത്തുന്ന മന്ത്രിമാരുടെ നിയന്ത്രണമില്ലാത്ത ഭരണ അപാരത മറച്ചു പിടിക്കാനാണ് ഈ സോഷ്യൽ മീഡിയ വാനരന്മാരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രതിയോഗികൾക്കെതിരെ CPMന് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുവരാവുന്നതാണ് ലൈംഗിക ആരോപണം. അതാണെങ്കിൽ ഒരു ഗുണമുണ്ട്, തെളിവുകൾ ആവശ്യമില്ല. കുറച്ചു കാലം ഇങ്ങനെ ഇക്കിളി പൂണ്ട കാമകഥകളുമായി പ്രവർത്തകർക്കും നേതാക്കൾക്കും ആത്മരതി പുൽകാം എന്നതാണ്. പണ്ടേ CPM ഇക്കാര്യത്തിൽ ഒരിക്കലും പുറകോട്ടായിരുന്നില്ല. പാർട്ടിയുടെ വളർച്ചയുടെ ഒളിക്കാലഘട്ടത്തിലും ഒളിപ്പുരകളിലെ പെണ്ണുടയാടകൾക്ക് വിപ്ലവം രതിയിൽ ചാലിച്ചു കൊടുത്ത CPM നേതാക്കളുടെ പാരമ്പര്യം പുതിയ കാലത്തെ നേതാക്കളും പിന്തുടരുന്നു എന്നതിൽ CPM നേതാക്കൾ അഭിമാനം പോകുന്ന ഒരു കാര്യമാണ്. അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിൻ്റെ ഒരു വൻ കുതിച്ചു കയറ്റം കേരളത്തിൻ്റെ മുന്നിൽ കാണുമ്പോൾ ഏത് വിധേനയും കോൺഗ്രസ് നേതൃത്വത്തെ, പ്രത്യേകിച്ച് തങ്ങളുടെ വഴിയിൽ പ്രതിബന്ധമായി നിൽക്കുന്ന യുവ കോൺഗ്രസ് നേതൃത്വത്തെ രാഷ്ട്രീയപരമായി ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം ഈ പീഡന കഥകളാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിന് ഒരു അറ്റവും വാലുമില്ല എന്നതും ശ്രദ്ധേയമാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി സാമൂഹിക മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ ആഘോഷങ്ങൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എന്തിനേറെ കേരളം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു എന്ന് അർമാദിച്ചവരും ചില്ലറയല്ല. ഒരു മാധ്യമ സ്ഥാപനത്തിലെ അവതാരികയെ ഒരു യുവ MLA പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെ കഥാബിന്ദു. നോക്കൂ ബ്രദർ, ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പ്രമുഖ ചാനലിന് അവതാരികയില്ല. അവിടെ ഉള്ളത് റിപ്പോർട്ടറാണ്. ഇത്രയും ഗൗരവമുള്ള ഇത്തരമൊരു ആരോപണവുമായി വരുമ്പോൾ ചുരുങ്ങിയ പക്ഷം ഒരു കാര്യത്തിലെങ്കിലും ഒരു കൃത്യത, ആരോപണങ്ങളിൽ എങ്കിലും വരുത്താനുള്ള സാമാന്യ ബോധം പോലും ഈ ഇടതടിമ മാപ്രകൾക്കില്ലാതെ പോയി. ഒരു പ്രമുഖനായ യൂത്ത് കോൺഗ്രസ് നേതാവ് ചാനലിലെ ഒരു അവതാരികയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും അവരെ നിരന്തരമായി ദുരുപയോഗിച്ച് ഗർഭിണിയാക്കി പിന്നീട് അത് അലസിപ്പിച്ചു എന്നും ഒരു ഉന്നതനായ നേതാവ് ഇടപെട്ട് ഒത്തുതീർപ്പിലാക്കിയെന്നും അതേ ചാനലിലെ ഉത്തരവാദിത്തപ്പെട്ട വനിതാ ജീവനക്കാരി ഒത്തുതീർപ്പിന് മധ്യസ്ഥത വഹിച്ചുമെന്നുമാണ് ഇടത് അണികൾ തന്തയില്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. CPMനോട് ചേർന്ന് നിൽക്കുന്ന ഇടത് മാപ്രകൾ മറ്റ് ചാനലുകളിലേക്ക് അന്വേഷണാത്മക ഉദ്യോഗത്തോടെ വിവരങ്ങൾ അന്വേഷിക്കാൻ എന്ന വ്യാജേന വിളിച്ചറിയിക്കുകയും ചെയ്തു എന്നാണ് അറിവ്. സ്വന്തം പാർട്ടിക്കാർ നടത്തിയ ഇക്കിളിക്കഥകളുടെ തീവ്രത അളന്നതും CPM നേതാക്കൾ തന്നെ ആയതുകൊണ്ട് അത് അവിടെ അന്ന് ഒതുങ്ങി. ഇതിനിടയിൽ ഇതാ ആരോപണ വിധേയമായ ചാനൽ ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അപകീർത്തികരമായ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംഘടിതമായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ചാനൽ മേധാവി വനിതാ മാധ്യമ പ്രവർത്തകർക്കുമെതിരെ ആയിരുന്നു വ്യാപക പ്രചരണം നടന്നിരുന്നത്. അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെയാണ്
പരാതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇവർക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികൾക്കും സമാന ആരോപണങ്ങൾ ആവർത്തിച്ച മറ്റുള്ളവർക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കുറ്റകൃത്യമുണ്ടായവർക്കെതിരെ നടപടിയെടുക്കാൻ നിയമ സംവിധാനമുണ്ടെന്നിരിക്കെ ഇത്തരം സൈബർ ഗുണ്ടകൾ നടത്തുന്ന ഈ ആക്രമണം ഒരു പൊതുസമൂഹത്തിന് നിരക്കാത്തതാണ്. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവികൾക്കും കേരള പത്രപ്രവർത്തക യൂണിയനും നിവേദനം നൽകി കഴിഞ്ഞു എന്നാണ് അറിവ്. ഇതിൽ വിറളി പൂണ്ട് പ്രചരണത്തിൽ ഏർപ്പെട്ടവർ കുരങ്ങൻ്റെ വാലിൽ തീ പിടിച്ച പോലെ ഇപ്പോൾ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങളും VD സതീശനെതിരെ നടത്തുന്ന CPM വാർ റൂം തുറന്നുവിട്ട ആക്രമണത്തിൻ്റെ ഭാഗമാണോ എന്ന് പൊതുജനത്തിന് ഇപ്പോൾ സംശയമുണ്ട്. എന്തിനേറെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോളി രവി തൻ്റെ അനുയായിയുമായി നടത്തിയ ഫോൺ സംഭാഷണം പോലും പുറത്തുവിട്ടത് ഇത്തരം കുതന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. KPCC ഔദ്യോഗികമായി ഇതിനൊന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും നേതാക്കളും അനുയായികളും പ്രവർത്തകരും ജാഗരൂകരാകണം എന്നും സംയമനം പാലിക്കണം എന്ന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ശിരസാ വഹിച്ച് അച്ചടക്കത്തോടെ ഇരിക്കുകയാണിപ്പോൾ. കുറച്ച് കാലങ്ങളായി CPM അപവാദ പ്രചാരകർ നിരന്തരം യൂത്ത് കോൺഗ്രസിനെതിരെയും ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങളൊക്കെ തന്നെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുന്നെങ്കിലും അവർ കൊണ്ടുവന്നത് ബൂമറാങ് പോലെ അവരുടെ നിറകയിൽ തന്നെ തിരിച്ച് തറച്ചു എന്നതും കേരളം കണ്ടതാണ്. ഇതും ഉണ്ടയില്ലാ വെടിയായി മാത്രം കണ്ടാൽ മതി. വെറും പുകമറയത്തെ ജൽപ്പനങ്ങൾ. ഈ പുക മാറിയാൽ ഉടുതുണിയില്ലാതെ കൊടിയും വാരിച്ചുറ്റി ഓടിമറയുന്ന CPM പ്രവർത്തകരെയും നമുക്ക് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.